തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ വൈകിട്ടാണ് കേതൽ ജെൻസൺ രാജയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ കൊണ്ടുപോകുമ്പോൾ നിർവികാരനായിരുന്നു കേതൽ. കുറ്റബോധം ഒട്ടും ആ മുഖത്തില്ല. ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ സാധാരണ പ്രതികൾ ചെയ്യുന്നത് പോലെ മുഖം മറച്ചില്ല. നേർത്ത ഒരു പുഞ്ചിരി ഒളിപ്പിച്ചു വെച്ചിരുന്നു. അസാധാരണമായൊരു സംതൃപ്തി ഉണ്ടായിരുന്നു ആ കണ്ണുകളിൽ. അച്ഛനും അമ്മയും സഹോദരിയുമടക്കം 5 പേരെയാണ് കേതൽ കൊലപ്പെടുത്തിയത്. എന്നാൽ താൻ ചെയ്തത് ഒരു കൊടും കുറ്റമാണെന്ന ധാരണ ആ പ്രതിക്കില്ല. കൊലപാതകമല്ല, മറിച്ച് സ്വന്തം കുടുംബത്തിന്റെ ആത്മാക്കളെ മോചിപ്പിച്ചതിലുള്ള സന്തോഷവും സംതൃപ്തിയുമാണ് കേതലിന്റെ മനസ്സിന്. അപകടകരമായൊരു മാനസികാവസ്ഥയായാണ് മനോരോഗ വിദഗ്ധർ ഈ അവസ്ഥയെ കാണുന്നത്. തന്റെ മനസ്സിന്റെ വിശ്വാസം ശരിയെന്ന ധാരണയിൽ കൊലപാതകം വരെ ചെയ്യുന്ന വന്യമായ അവസ്ഥ. ഈ തീവ്ര മനോരോഗങ്ങളിലും ഏറ്റവും സാധാരണമായി ഇത്തരം ഡെലൂഷൻസ് കാണുന്നതാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന തീവ്ര മനോരോഗം. അപ്പം ഈ പറയപ്പെട്ട മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും സ്കിസോഫ്രീനിയ എന്ന തീവ്രമായ മനോരോഗമുണ്ട്. ആ മനോരോഗത്തിൻ്റെ ഭാഗമായിട്ട് ഡെലൂഷനുണ്ട്. ആ ഡെലൂഷൻ്റെ ഉള്ളടക്കമാണ് ആസ്ട്രൽ പ്രൊജക്ഷനും. അതനുസരിച്ചിട്ടാണ് ഇയാൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിനുള്ളിൽ പെട്ട് ഈ ലോകത്ത് ഇയാൾ ഇങ്ങനെ പെട്ട് നിൽക്കുകയും അതിൻ്റെ അനന്തരഫലമായിരുന്നു ഈ കൊലപാതകം. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന ആഭിചാര ക്രിയയാണ് നന്ദൻകോട്ടെ വീട്ടിൽ കേതൽ നടപ്പാക്കിയത്. ഓസ്ട്രേലിയയിലെ പഠനത്തിനിടെയാകണം ഇയാൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നതെന്നാണ് കരുതുന്നത്. പിന്നീട് ഇതേപ്പറ്റി ഇന്റർനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ വഴി കൂടുതൽ അറിഞ്ഞിരിക്കണം. വർഷങ്ങളായി ആസ്ട്രൽ പ്രൊജക്ഷന്റെ വഴികൾ അന്വേഷിച്ച് ഒടുവിൽ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. പുറത്തിറക്കിയ ആത്മാവ് ഒരിക്കലും തിരിച്ചു കയറാനുള്ള എല്ലാ സാധ്യതയും അവസാനിപ്പിക്കാനാണത്രേ ശരീരങ്ങൾ കത്തിച്ചു കളയുന്നത്. ഏറെ സ്നേഹിക്കുന്നവരുടെ ആത്മാവിനെ ശരീരത്തിൽ നിന്നും മോചിപ്പിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിച്ചെന്ന് വിശ്വസിക്കുന്നതിനാൽ കുറ്റബോധമോ വേദനയോ ഇത്തരക്കാർക്ക് ഉണ്ടാകില്ല. അയാൾക്ക് ഇവരെ കൊന്നു എന്നുള്ള ധാരണയില്ല. അയാൾ ധരിക്കുന്നത് ഈ നമ്മുടെ മോർട്ടൽ ഹ്യൂമൻ ബീയിങ്ങിൽ നിന്ന് ആത്മാവിനെ വേർതിരിക്കുന്നു. അപ്പോൾ മഹത്തായ ഒരു പ്രക്രിയ ചെയ്യുന്നു എന്നുള്ള ധാരണയാണ് അയാളെ മനസ്സിലുള്ളത്. ആ ധാരണയിലേക്ക് നയിക്കുന്ന ചില ഡെലൂഷൻസ്, തെറ്റായ ചിന്തകളാണ് അയാൾ ഹാർബർ ചെയ്യുന്നത്. അയാളുടെ ആ ചിന്തകളുടെ ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഇപ്പോഴത്തെ ഈ ചാനലിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ലോകത്തല്ല അയാൾ ജീവിക്കുന്നത്. അയാളുടെ ചിന്താലോകം സമാന്തരവുമാണ്, യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുള്ളതല്ല, രോഗതരമായിട്ടുള്ള ഒരു ലോകത്താണ്. അപ്പോൾ അവിടെ അയാൾക്ക് ഇവർ മരിക്കുന്നൊന്നുമില്ല. അവരൊരു പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് ആത്മാവിനെ നിത്യശാന്തിയിലേക്ക് മോചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇത്തരം രോഗത്തിന് അടിമപ്പെടുന്നവർ നേരത്തെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമെങ്കിലും മറ്റുള്ളവർക്കത് മനസ്സിലാകണമെന്നില്ല. വിദ്യാസമ്പന്നമായ കുടുംബമാണ് കേതലിൻ്റേത്. അച്ഛൻ കോളേജ് അധ്യാപകൻ, അമ്മ ഡോക്ടർ, സഹോദരി MBBS വിദ്യാർത്ഥിനി. എന്നിട്ടും മകൻ സാത്താൻ സേവയിലും ആസ്ട്രൽ പ്രൊജക്ഷനിലും ആകൃഷ്ടനായി കടുത്ത മാനസിക രോഗിയായി മാറുന്നത് തിരിച്ചറിയാൻ ആ കുടുംബത്തിന് കഴിഞ്ഞില്ല. സമൂഹവുമായി ആ കുടുംബം പുലർത്തിയിരുന്ന അകൽച്ചയും ഒരു കാരണമെന്നാണ് വിലയിരുത്തൽ. സാമ്പത്തികവും പ്രൊഫഷണലുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ മുന്നോക്കം നീങ്ങിയിട്ടുണ്ടെങ്കിലും സാമൂഹ്യ ബന്ധങ്ങളിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമായിട്ട് കാണുന്നുണ്ട്. ഈ കുടുംബത്തിനകത്തുള്ള വ്യക്തിബന്ധങ്ങൾ എങ്ങനെയായിരുന്നതിനെക്കുറിച്ച് നമുക്ക് സങ്കല്പങ്ങളേ ഉള്ളൂ, യാഥാർത്ഥ്യങ്ങൾ അറിയില്ല. അപ്പോൾ വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ധാരണ. പിന്നെ പലപ്പോഴും ഈ പല മാനസിക പ്രശ്നങ്ങളെയും മനോരോഗങ്ങളാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു ധാരണ സാധാരണക്കാർക്ക് പോയിട്ട് ഡോക്ടർമാർക്കും ഇല്ല എന്നുള്ളത് സത്യവുമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രാവീണ്യം നേടിയ കേതൽ കമ്പ്യൂട്ടർ ഗെയിമുകൾ ഉണ്ടാക്കുന്നതിലും വിദഗ്ധനായിരുന്നു. സ്വന്തം മുറിയിൽ ആർക്കും പ്രവേശനമില്ല. ഗെയിമുകൾ ഉണ്ടാക്കാനായി ദിവസങ്ങളോളം തപസ് ചെയ്യും. ഭാവനയുടെ ഈ ലോകത്ത് പരിധികളില്ലാതെ സഞ്ചരിച്ചതും കേതലിനെ കടുത്ത മനോരോഗിയാക്കി മാറ്റി. ആദ്യം മുതൽക്ക് ഒറ്റപ്പെട്ടൊരു ജീവിതം. അയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴും കൊറിയർ സർവീസിലേക്ക് മാത്രം വിളിച്ചിട്ടുള്ള 2 വിളികളോ അങ്ങനെ മാത്രമേ ഉള്ളൂ. ഒരു സുഹൃത്തുക്കളും ഇല്ല. ആരുമായിട്ട് സംസാരിക്കുന്നില്ല. മുറിക്കുള്ളിൽ അടച്ചിരിക്കുന്നു. ഇയാൾ കമ്പ്യൂട്ടറും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഗെയിംസിൻ്റെ ടെക്നോളജിയുടെയും ലോകത്താണ്. അപ്പോൾ അയാളുടെ ജീവിതശൈലിയുടെ ഒരു പ്രതിഫലനമാണ് അയാളുടെ തൊഴിൽ മേഖല കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇയാൾക്ക് സാത്താനിസത്തെക്കുറിച്ചുള്ള കുറേ കൺസെപ്റ്റുകളുണ്ടെന്ന് പറയുന്നു. ഈ സാത്താനിസവുമായിട്ടുള്ള ഗ്രൂപ്പുകളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതിന് തെളിവില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്ന കുറേ കാര്യങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്നു. മൂന്നാമത്തത് ഈ രോഗ അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഇതിലേക്ക് കൊണ്ടെത്തിച്ചത്. മനസ്സിന്റെ സങ്കീർണമായ തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള കുറ്റകൃത്യമായതിനാൽ കേതലെന്ന പ്രതിയെ നിയമം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതും ശ്രദ്ധേയമാണ്. സാധാരണഗതിയിൽ ഈ അൺസൗണ്ടഡ്നെസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന കാരണം കൊണ്ട് തന്നെ അയാൾക്ക് അതിൻ്റെ കൾപ്പബിലിറ്റി, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അയാളിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറാം എന്നാണ് എൻ്റെ ധാരണ. ഏതായാലും കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കേരള പോലീസ് അന്വേഷിക്കുന്ന ഏറ്റവും അപൂർവമായ
സങ്കീർണമായ കേസ്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലുള്ള വിവരങ്ങൾ ഇത്തരത്തിലാണെങ്കിലും ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണേണ്ടതുണ്ട്. കേതൽ ഒറ്റയ്ക്ക് എങ്ങനെ 4 പേരെ കൊന്ന് കത്തിച്ചു? രക്ഷപ്പെടാൻ ശ്രമിക്കാതെ വീണ്ടും തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയത് എന്തിന്? ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിലയിരുത്തലും ആവശ്യമാണ്. സങ്കീർണമായ ആഭിചാരക്രിയയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതാതു മതവിഭാഗങ്ങളുടെ വിശ്വാസവുമായി ഇണപിരിഞ്ഞ രീതിയിലാണ് ഇതിന്റെ പ്രയോഗം. ആത്യന്തികമായി ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർതിരിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഇത് പരിശീലിക്കുന്നവരുടെ വാദം. സാത്താൻ സേവയുടെ ഭാഗമായും പലയിടങ്ങളിലും ആസ്ട്രൽ പ്രൊജക്ഷൻ നടത്താറുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തിയെടുക്കുക, അതീന്ദ്രിയമായ ലോകവുമായി ബന്ധമുണ്ടാക്കുക, അനിർവചനീയമായ അനുഭൂതികളും ഊർജവും നേടിയെടുക്കുക. ആഭിചാരക്രിയയുടെ സങ്കീർണമായ അവസ്ഥയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. പലപ്പോഴും ഉറക്കിക്കിടത്തിയോ ഹിപ്നോട്ടിസം ചെയ്തോ ആണ് ഇതിന്റെ പ്രയോഗം. അപൂർവമായി മാത്രമാണ് ശരീരത്തെ കൊലപ്പെടുത്തി ഇത്തരം പ്രയോഗം നടത്തുന്നത്. സാത്താൻ സേവയുടെ പല രീതികളിലൊന്നായി ഇത് നടപ്പാക്കാറുമുണ്ട്. ലോകത്തിന്റെ മറ്റിടങ്ങളിലുള്ളതുപോലെ തന്നെ സാത്താനിൽ വിശ്വസിക്കുന്നവരും അവരുടെ ദുരൂഹമായ ഒത്തുചേരലുകളും കേരളത്തിലും നടക്കാറുണ്ട്. സാത്താൻ വിശ്വാസികളുടെ ഒത്തുചേരൽ കോഴിക്കോട്ടും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഉണ്ടാകാറുണ്ടെന്നാണ് ചില കേന്ദ്രങ്ങൾ പറയുന്നത്. ഇവരുടെ ആചാര രീതികൾ വ്യത്യസ്തമാണ്. ഇവർ ഉപയോഗിക്കുന്നതിന് ഹോളോ ക്രോസാണ്. ഈ ദൂരമുള്ള അതിനകത്ത് ഫുള്ളായിട്ടുള്ള ക്രോസും, പിന്നെ വൈൽഡ് ഗോട്ട്, ഈ കാട്ട് പിന്നെ ആടിൻ്റെ തലയും, അതാണ് സിമ്പല്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയും രഹസ്യമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ഇവർ കൂടിയിരിക്കുകയും അവിടെ ഇങ്ങനെയുള്ള ക്രിയകൾ നടപ്പിലാക്കുകയും ചെയ്യും. ഇതിൽ ഈ സാത്താനെ ഇവർ വിളിക്കുന്ന മാർഗം തന്നെ സ്വന്തം രക്തം സ്പില്ല് ചെയ്തുകൊണ്ടാണ്. വലിയൊരു പാത്രത്തിൽ എല്ലാവരും അവരുടെ പിന്നെ ഷെയർ ഓഫ് ബ്ലഡ് ഇങ്ങനെ ഇടുന്നു. ഇട്ട ശേഷം സാധാരണ വിളിക്കുന്നത്. അതീന്ദ്രിയമായ ശക്തി കിട്ടും ഇത്തരം ആഭിചാരങ്ങളിലൂടെ എന്നാണ് ഇവരുടെ വിശ്വാസം. സാത്താനെ വിളിക്കുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് പറയപ്പെടുന്നത്, ഒന്ന് എനിക്ക് പവർ കിട്ടണം, ശക്തി കിട്ടണം, മറ്റൊന്ന് എനിക്ക് ഡ്രഗ്സ് കിട്ടണം, മറ്റൊന്ന് സെക്സിനുള്ള ഊർജ്ജം ഉണ്ടാവണം. ഇങ്ങനെയുള്ള സാധാരണഗതിയിൽ പൊതുസമൂഹത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളിൽ ഒരു ഈവിൾ സൈഡ് ഓഫ് ലൈഫാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലും ഉണ്ട്, പക്ഷെ വളരെ രഹസ്യമായിട്ട്. മുമ്പ് ട്രിവാൻഡ്രത്തിൻ്റെ ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. കോട്ടയത്തുണ്ടെന്ന് പറയപ്പെടുന്നു. ശാസ്ത്രീയമായി ഒരടിത്തറയുമില്ലാത്ത പൊതുധാരയിലുള്ള മതവിശ്വാസങ്ങളുടെ പിന്തുണയില്ലാത്ത ഇത്തരം ക്രിയകളിൽ പോയിപ്പെടുന്നവർ കടുത്ത മാനസിക രോഗികളായി മാറുമെന്നതാണ് വസ്തുത. പക്ഷെ ഇതിൽ പോയി ചേരുന്ന യുവതികളും യുവാക്കളൊക്കെ തന്നെ കാര്യമായ മാനസിക പ്രശ്നമുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തന്നെ സാത്താനിസത്തിൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു കുട്ടിയെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്, ഒരു യുവാവിനെ. അവനിതുപോലെ തീവ്രമായ മാനസിക രോഗം ഉണ്ടായിരുന്ന കുട്ടിയെ. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഇതിൻ്റെ ഉള്ളിൽ പോയി അകപ്പെട്ട് ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് തീരുന്നത്. നന്ദൻകോട്ടെ കൂട്ടക്കൊലയിലെ പ്രതി കേതൽ ഇത്തരം സംഘങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.